ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ട്രഡീഷണൽ തിയറിയാണ്. ആ ട്രഡീഷണൽ തിയറിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ട്രഡീഷണൽ തിയറി എന്തായിരുന്നു പറഞ്ഞത്? നമ്മൾ ഡെപ്റ്റ് കൂട്ടുമ്പോൾ, ബോറോഡ് ഫണ്ട് കൂട്ടുമ്പോൾ ഒരു പരിധി വരെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുകയും വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും എന്നാണ് ട്രഡീഷണൽ തിയറി പറഞ്ഞത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രോബ്ലമാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. നോക്കാം. കമ്പ്യൂട്ട് ദ ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം. ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം കാൽക്കുലേറ്റ് ചെയ്യണം. വാല്യൂ ഓഫ് ഇക്വിറ്റി കാണണം. ആൻഡ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇത്രയും കാര്യങ്ങളാണ് കാണേണ്ടത്. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. വാല്യൂ ഓഫ് ദ ഫേം കാണണം, വാല്യൂ ഓഫ് ഇക്വിറ്റി കാണണം, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണണം. ഇവിടെ നിങ്ങൾക്ക് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തന്നിട്ടുണ്ട്, അതായത് EB ആയിട്ട് തന്നിട്ടുണ്ട്. ഇതാണ് EB ആയിട്ട്, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. EB ആയിട്ട് ആണ്. EB ആയിട്ട് തന്നിട്ടുണ്ട്. 2 lakh ആണ്. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 10 lakh തന്നിട്ടുണ്ട്. ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് 3 കേസായിട്ടാണ് തന്നത്. ഇഫ് ദ ഫേം യൂസസ് നോ ഡെപ്റ്റ്, അതായത് ഇവിടെ ഫസ്റ്റ് കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ബോറോഡ് ഫണ്ട് ഉപയോഗിക്കുന്നില്ല, ഇക്വിറ്റി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവിടെ 10% ആണ്. ഇഫ് ദ ഫേം യൂസസ് 4 lakh ഡിബഞ്ചേഴ്സ്, 4 lakh ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ ഇക്വിറ്റീൻ്റെ കോസ്റ്റ് എത്രയായിട്ട് വരും? 11% ആയിട്ട് മാറും. അതായത് ഡിബഞ്ചേഴ്സ് കൂട്ടുമ്പോൾ അവിടെ എന്ത് കൂടും? ഇക്വിറ്റീൻ്റെ വാല്യൂ ഒന്നും കൂടി ഇൻക്രീസ് ചെയ്യുന്നു, ഇക്വിറ്റീൻ്റെ കോസ്റ്റ് ഒന്നും കൂടി ഇൻക്രീസ് ചെയ്യുന്നു. തേർഡ് കേസിൽ 6 lakh ഡിബഞ്ചേഴ്സ് ഉപയോഗിക്കുന്നു. അപ്പോൾ അവിടെ ഇക്വിറ്റീൻ്റെ കോസ്റ്റ് 13% ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അതായത് റിസ്ക് കൂടുമ്പോൾ, അതായത് ബോർഡ് ഫണ്ട് കൂട്ടുകയും ഇക്വിറ്റി കുറയുകയും ചെയ്യുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് റിസ്ക് കൂടും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം? കൂടുതലായിട്ട് ഡിവിഡൻ്റായിട്ട് കൊടുക്കേണ്ടി വരും. അസ്യൂമിങ് ദാറ്റ് 4 lakh ഡിബഞ്ചർ ക്യാൻ ബി റേസ്ഡ് 5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. 4 lakh ആണ് ഡിബഞ്ചർ റേസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് 5% കൊടുക്കണം. ഇനി 6 lakh ആണ് ഡിബഞ്ചർ റേസ് ചെയ്യുന്നതെങ്കിൽ അവിടെ 6% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കണം. നമ്മൾ കൂടുതലായിട്ട് ഡിബഞ്ചർ യൂസ് ചെയ്യുമ്പോൾ അവിടെ കൂടുതൽ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് കുറച്ച് കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണേണ്ടത് വാല്യൂ ഓഫ് ദ ഫേം, വാല്യൂ ഓഫ് ഇക്വിറ്റി, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 3 കേസാണ് ഇവിടെ ഉള്ളത്. ആ 3 കേസിലുള്ളതും ഓരോന്നായിട്ട് പരിശോധിക്കാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് കേസിൽ നമ്മൾ നോ ഡിബഞ്ചേഴ്സ് അല്ലെ, നോ ഡെപ്റ്റ്, ബോറോഡ് ഫണ്ടില്ല. സെക്കൻഡ് കേസിൽ ഡിബഞ്ചേഴ്സ് 4 lakh ആണ്. തേർഡ് കേസിൽ 6 lakh ആണ് ഡിബഞ്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. ടോട്ടൽ ക്യാപിറ്റൽ 10 lakh ആണ്. നോക്കാം. EB ആയിട്ട് ക്വസ്റ്റിനകത്ത് തന്നതാണ്. 3 കേസിലും 2 lakh ആണ്. ഫസ്റ്റ് കേസിൽ എന്തില്ല? ഡിബഞ്ചേഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ EB ആയിട്ടിന് ഫസ്റ്റ് എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. ഫസ്റ്റ് കേസിൽ ഇൻട്രസ്റ്റ് ഇല്ല, കാരണം അവിടെ ഫുൾ ഇക്വിറ്റിയാണ്. അപ്പോൾ ഏർണിംഗ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എത്ര ഉണ്ടാകും? 2 lakh തന്നെ ഉണ്ടാകും, കാരണം ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരുന്നില്ല. ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേസ് 10% ആണ്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് EBIT മൈനസ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇക്വിറ്റി ക്യാപിറ്റൽ എത്ര കിട്ടും? ഇക്വിറ്റീൻ്റെ മാർക്കറ്റ് വാല്യൂ 2 lakh കിട്ടും. അതിൻ്റെ കൂടെ ഡിബഞ്ചേഴ്സിൻ്റെ വാല്യൂം കൂടി, ഡെപ്റ്റിൻ്റെ വാല്യൂം കൂടി കൂട്ടണം. ഇവിടെ ഡെപ്റ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ 0 ആയിരിക്കും. അവിടെ 20 lakh. അതാണ് ഫസ്റ്റിലെ ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം 20 lakh ആണ്. അതിന് സെക്കൻഡ് കേസിൽ നോക്കാം. സെക്കൻഡ് കേസിൽ 4 lakh ആണ് ഡിബഞ്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ EB ആയിട്ട് 2 lakh ആണ്. 3 കേസിലും 2 lakh തന്നെയാണ്. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 5% ആണ് ഈ 4 lakh കൊടുക്കേണ്ടത്. അപ്പോൾ 20,000, അതായത് 4 lakh 5% ഇൻട്രസ്റ്റ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഏർണിംഗ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് 1,80,000 ആണ്. അവിടെ 11% ആണ് ക്യാപിറ്റലൈസേഷൻ റേറ്റ്. അങ്ങനെയാണെങ്കിൽ ഇക്വിറ്റീൻ്റെ വാല്യൂ
16,36,363 വരും. കാരണം 1,80,000 ഇൻറ്റു 11% ആണ്. അതിനെ ക്യാപിറ്റലൈസ് ചെയ്യുമ്പോൾ 16,36,363 വരും. അവിടെ എന്തും കൂടിയുണ്ട്, ഡിബഞ്ചറും കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം കിട്ടും. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് കേസിൽ 20 lakh ആണെങ്കിൽ രണ്ടാമത്തെ കേസിൽ 20,36,363 ആണ് എന്ത് വരുന്നത്, ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം വരുന്നത്. കാരണം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിബഞ്ചർ ഉപയോഗിച്ചിട്ടുണ്ട്, ഡെപ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട് 4 lakh. അപ്പോൾ വാല്യൂ കൂടി, വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്തു. ഇനി മൂന്നാമത്തെ കേസ് നോക്കാം. മൂന്നാമത്തെ കേസിൽ 6 lakh ഡിബഞ്ചർ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ 6% ആണ് ഡിബഞ്ചറിൻ്റെ റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ്. അതൊക്കെ ക്വസ്റ്റിൻ്റെ അകത്ത് തന്നതാണ്. അപ്പോൾ EBIT 2 lakh, 6% ഇൻട്രസ്റ്റ് 6 lakhൻ്റേത് 36,000 മൈനസ് ചെയ്തപ്പോൾ ഏർണിംഗ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് 1,64,000 കിട്ടി. അതിനെ ക്യാപിറ്റലൈസ് ചെയ്തു. മാർക്കറ്റ് വാല്യൂ ഓഫ് 13% ആണ്. മാർക്കറ്റ് ചെയ്തപ്പോൾ എത്ര കിട്ടി, 12,61,538 എന്ത് ഈ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ അവിടെ ഡിബഞ്ചറും കൂടി ആഡ് ചെയ്തപ്പോൾ 16,61,533 കിട്ടി ടോട്ടൽ വാല്യൂ. അപ്പോൾ നോക്കാം, ഇവിടെ 3 കേസും നോക്കാം. ആദ്യത്തെ കേസിൽ ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം 20 lakh ആണ്. രണ്ടാമത്തെ കേസിൽ ഡിബഞ്ചർ കുറച്ച് ബോറോഡ് ഫണ്ട് കുറച്ച് കൂട്ടിയപ്പം വീണ്ടും കൂടി, വീണ്ടും നമ്മൾ ഡിബഞ്ചർ കൂട്ടി 4 lakh എന്നുള്ളത് 6 lakhലേക്ക് കൂട്ടിയപ്പം ടോട്ടൽ വാല്യൂ എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു. ടോട്ടൽ വാല്യൂ 18,61,538. അതായത് ഒരു പരിധി കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ദ ഫേം, അതായത് ബോറോവുഡ് ഫണ്ട് അല്ലെങ്കിൽ ഡിബഞ്ചർ ഒരു പരിധി കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി നോക്കാം ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നോക്കാം. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ EBIT ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ദ ഫേം ആണ്. അത് ചെയ്തപ്പോൾ ഫസ്റ്റ് കേസിൽ EBIT 2 lakh ആണ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ദ ഫേം 20 lakh ആണ് ഫസ്റ്റിലത്തെ കേസിൽ. രണ്ടാമത്തെ കേസിൽ 20,36,363 ആണ്. മൂന്നാമത്തെ കേസിൽ 18,61,538 ആണ്. അപ്പോൾ ഇത് നോക്കിയപ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആദ്യത്തെ കേസിൽ 10%, രണ്ടാമത്തെ കേസിൽ വീണ്ടും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്തു. മൂന്നാമത്തെ കേസിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. വാല്യൂ ഓഫ് ദ ഫേം ഫസ്റ്റ് കേസിൽ 20 lakh, വീണ്ടും കൂടി പിന്നെ കുറഞ്ഞു. വീണ്ടും ഡെപ്റ്റേഴ്സ് കൂട്ടിയപ്പം അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് കൂട്ടിയപ്പം ഡെപ്റ്റ് കൂട്ടിയപ്പം വീണ്ടും കുറഞ്ഞു. അതേപോലെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആദ്യം 10%, പിന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞു, വീണ്ടും എന്ത് ചെയ്തു, കൂടി. ഇവിടെ കൂടുകയാണ് ചെയ്തത്. ഇത് തന്നെയാണ് ട്രഡീഷണൽ മെത്തേഡ് പറയുന്നത്. ഒരു പരിധി വരെ നമ്മൾ ഡെപ്റ്റേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്യുകയും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. ഒരു പരിധിയിലധികം നമ്മൾ ഡിബഞ്ചർ അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് ബോറോഡ് ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ വാല്യൂ ഓഫ് ദ ഫേം ഡിക്രീസ് ചെയ്യുകയും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.